പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് HD 2020 എന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ്. HD കൺട്രോളറുകൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ് HD 2020 എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. LED സ്ക്രോളിംഗ് ബോർഡിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺട്രോളറുകളാണ് HDയുടെ കൺട്രോളറുകൾ. HD U6A എന്ന് പറയുന്ന കൺട്രോളർ HD 2020 എന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ വിശദമായി കാണിക്കാൻ പോകുന്നത്. എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത് വഴി ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്റെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. നിങ്ങൾ കാണുന്നതാണ് HD 2020 എന്ന സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ്. ഇവിടെ ആദ്യം തന്നെ ഫയലിൽ പോവുക, ന്യൂ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ 1 എന്നുള്ളത് കാണാൻ കഴിയും. ഇവിടെ ഡിവൈസ് ടൈപ്പിന്റെ അവിടെയാണ് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മുടെ കൺട്രോളർ ഏതാണെന്ന് നോക്കി അത് സെലക്ട് ചെയ്യുക. ഇവിടെ HD U6A എന്ന കൺട്രോളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് HD U6A എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ തന്നെ കൺട്രോളറിന്റെ പടം ഇവിടെ കാണാനായിട്ട് കഴിയും. അടുത്തത് വിഡ്ത്തും ഹൈറ്റും ആണ്. നമ്മളുടെ എത്ര പാനലാണോ ഉപയോഗിക്കുന്നത് നീളത്തിൽ അതേ ഗുണം 32 ആണ് ആകെ വിഡ്ത്ത്. ഉദാഹരണത്തിന് 4 പാനലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4 ഗുണം 32 അതായത് 128 ആണ് നമ്മളുടെ വിഡ്ത്ത്. 3 പാനലാവുമ്പോൾ 3 ഗുണം 32 96 ആണ് നമ്മളുടെ വിഡ്ത്ത് വരിക. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പാനലിൻ്റെ ഹൈറ്റ് 16 ആണ്. 16 LED ആണ് ഒരു പാനൽ ഹൈറ്റിലുള്ളത്. അപ്പോൾ ഒരു പാനൽ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ 16 എന്ന് നൽകും. 2 പാനലാണെങ്കിൽ 32. അപ്പോൾ 4/1 4/1 ഒരു ബോർഡാണ് ചെയ്യുന്നതെങ്കിൽ 128/32 ആണ്. 3/1 ആണെങ്കിൽ 96/32 ആണ്. 3/2 ആണെങ്കിൽ 96/16 ആണ്. ഡിസ്പ്ലേയുടെ ഹൈറ്റും വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ നൽകുക. ഇവിടെ സിംഗിൾ കളർ തന്നെയായിരിക്കണം ഓപ്ഷൻ. ഹാർഡ്വെയർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സ്കാൻ ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഡിഫോൾട്ടായിട്ട് തന്നെ പീറ്റൺ സിംഗിൾ കളറിന്റെ സ്കാൻ ടൈപ്പ് സെലക്ട് ആയി നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്കാൻ ടൈപ്പ് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. C6 എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഇത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ സിംഗിൾ കളറിന്റെ സ്കാൻ ടൈപ്പ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇത് തന്നെ ആയിരിക്കും കിടക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് അത് മാറ്റേണ്ടത് ആവശ്യമാണ്. ഇവിടെ പീറ്റൺ തന്നെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു സ്ക്രീൻ വന്നു കഴിഞ്ഞു. ഇവിടെ ഓൾറെഡി ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കിടപ്പുണ്ടെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ വരിക, സ്ക്രീൻ സെറ്റിങ്സിലേക്ക് പോവുക. 888 ആണ് അവിടുത്തെ പാസ്വേഡ്. അടിച്ചു കൊടുക്കുക. ഇവിടുന്ന് നമുക്ക് ഈ സ്ക്രീനിൻ്റെ ഡീറ്റെയിൽസ് മാറ്റാനായിട്ട് കഴിയും. അതായത് ഇവിടെ സ്ക്രീനൊന്നും ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായില്ല, അതുകൊണ്ടാണ് പുതിയ സ്ക്രീൻ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ക്രീൻ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് സെറ്റിങ്സിൽ പോവുക, സ്ക്രീൻ സെറ്റിങ്സിൽ പോവുക, പാസ്വേഡ് 888 അടിക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ടെക്സ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. അപ്പോൾ തന്നെ ഇവിടെ ഒരു വിൻഡോ വന്നു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു വിൻഡോ ചെറുതാണ് കിടക്കുന്നത്. ഓക്കെ, സ്ക്രീനിൽ മൊത്തം ഫില്ലായിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകിൽ ഈ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്കിതിനെ വലുതാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ ഇടത് സൈഡിലെ താഴെയായിട്ട് വിഡ്ത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ വിഡ്ത്ത് വരിക 128 ആണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നത് വഴിയും എൻ്റെ ആ വിൻഡോ എനിക്ക് വലുതാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ വിൻഡോ പകുതിയാക്കണമെങ്കിൽ അവിടെ 32 എന്നുള്ളത് ഞാൻ 16 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വിൻഡോ പകുതിയായിട്ട് മാറും. അപ്പം മേളിലും താഴെ ഓരോരോ ടെക്സ്റ്റാണ് വേണ്ടുന്നതെങ്കിൽ വീണ്ടും ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ വിഡ്ത്ത് 66 എന്നുള്ളത് 128 ആക്കുക. ഹൈറ്റ് എന്നുള്ളത് 16 തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം മേളിലൊരു ടെക്സ്റ്റ് താഴെ ഒരു ടെക്സ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരിക്കലും ഓവർലാപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം മേളത്തെ ടെക്സ്റ്റിൽ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തു. താഴെയാണ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടുന്ന വിൻഡോ വരുന്നത്. അവിടെ നമ്മൾ വെൽക്കം നടിക്കുകയാണ്. ഓക്കെ, വെൽക്കം. അപ്പം മേളിൽ കാണുന്ന ടെക്സ്റ്റ് വെൽക്കം. ഈ വെൽക്കം സെലക്ട് ചെയ്യുക, ബോൾഡ് ആക്കുക, കുറച്ച് സൈസ് ഒന്ന് കൂട്ടുക. ഓക്കെ, സൈസ് വളരെയധികം അങ്ങ് കൂടിപ്പോയി, അത്രയും വേണ്ട. ഒരു 14, ഓക്കെ 14, 15 ഇട്ട് കഴിഞ്ഞാൽ അത് എന്നിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിലേക്ക് നമ്മൾ അലൈൻ ചെയ്യുക. കുറച്ചുകൂടെ വലുതാക്കാമെന്ന് തോന്നുന്നു. 17, 20. ഓക്കെ, ടെക്സ്റ്റ് കുറച്ച് നമ്മൾ വലുതാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എഫക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഏത് എഫക്റ്റ് വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടിന്യൂസ് മൂവ് ലെഫ്റ്റ്, റാൻഡം ഇട്ട് കഴിഞ്ഞാൽ എല്ലാ എഫക്റ്റുകളും മാറി മാറി വരും. പിന്നെ ഉള്ളത് നമുക്ക് സ്പീഡ്. ഇതിൻ്റെ സ്പീഡ് 1 ഇട്ടാൽ വളരെ സ്പീഡിൽ വരും. കുറച്ച് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞു വരും. നമ്മൾ ഈ കാണുന്നത് എത്ര നേരം നമ്മുടെ സ്ക്രീനിൽ നിൽക്കണമെന്നാണ് ഇവിടെ താഴെ സ്റ്റോപ്പ് ഓവർ എന്നുള്ളത്. അതൊരു എത്ര സെക്കൻഡ് നമുക്ക് നിൽക്കണം വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ സ്റ്റോപ്പ് ഓവർ നമ്മളൊരു 3 സെക്കൻഡൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഫോൺ നമ്പറൊക്കെ ആണെങ്കിൽ ഒരു 7 സെക്കൻഡ് കൊടുക്കാറുണ്ട്. ഇവിടെ ബോർഡർ വേണമെങ്കിൽ നമുക്ക് ബോർഡർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ബോർഡർ കൊടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ബോർഡർ എനേബിൾ ചെയ്യേണ്ടതുണ്ട് റൈറ്റ് സൈഡിൽ മേളിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ സ്പെഷ്യൽ ബോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
നമുക്കൊരു ലവ് ചിഹ്നത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലോ മാത്രമായിട്ട് ഈ ഒരു ടെക്സ്റ്റ് കാണണമെങ്കിൽ തൊട്ട് താഴത്തെ ടെക്സ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ അത് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് ഞാൻ 32 കൂട്ടി വെക്കുകയാണ്. അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ഇത് ഹൈറ്റ് കൂടി നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ മാത്രമാണ് ആ ഡിസ്പ്ലേ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്പെഷ്യൽ ബോർഡറിൻ്റെ അവിടെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ച് ഓപ്ഷനുകൾ അവിടെ ഉണ്ട്. അവിടെ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നോ ബോർഡർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതാണ് മൊത്തത്തിലുള്ള ബോർഡർ. അപ്പോൾ അതാണ് ഇത്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അവിടെ വരുന്നത് കാണാം. ഇക്വലൈസർ ഷേപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ട്, ഇഷ്ടമുള്ള രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് പുറകിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ടെക്സ്റ്റ് നമ്മൾ വേണമെങ്കിൽ അടുത്ത പ്രോഗ്രാമായിട്ട് ആഡ് ചെയ്യണം. അടുത്തൊരു പ്രോഗ്രാമിൽ വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഈ ടെക്സ്റ്റിന്റെ വിഡ്ത്ത് നമ്മൾ ഒരു 128 തന്നെ കൊടുത്തു. പകുതി ടെക്സ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 16. അടുത്തൊരു ടെക്സ്റ്റ് കൂടെ ഞാൻ ആഡ് ചെയ്തു. അതിന്റെ വിഡ്ത്ത് നമ്മൾ 128 ആഡ് ചെയ്തു. അവിടെ മേളിലും താഴെ 2 ടെക്സ്റ്റ്. മേളിൽ LED സെന്റർ എന്ന് കൊടുത്തു. അതൊന്ന് ബോൾഡ് ആക്കി അത് സെന്ററിലേക്ക് കൊണ്ടുവന്നു. സെലക്ട് ചെയ്തിട്ട് വേണം അത് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മളുടെ ആക്ഷൻ വന്നിട്ട് റാൻഡം ഇട്ടു. സ്പീഡ് ഒരു 20 കൊടുത്തു. ഇതിനി തൊട്ട് താഴെ നമ്മൾ നമ്പർ കാണിക്കണം എന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് 999596590. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തു, ബോൾഡ് ആക്കി, സെൻട്രൽ അലൈൻ ചെയ്തു. അതിൻ്റെത് നമ്മൾ റാൻഡം ഇട്ടു. സ്പീഡ് ഒരു 20 ഇട്ടു. ഫോൺ നമ്പർ ഒരു 7 കൊടുത്തു. സ്റ്റോപ്പ് ഓവർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സ്പോർട്ട് ടു USB എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേയിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പ്രോഗ്രാം 1 വരും, വെൽക്കം, പിന്നെ പ്രോഗ്രാം 2 വരും. ഇങ്ങനെയായിരിക്കും ഇത് വരിക. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ടു USB. ഇവിടെ നമ്മുടെ പെൻഡ്രൈവ് കുത്തിയിട്ടുണ്ടെങ്കിൽ ആ പെൻഡ്രൈവിൻ്റെ പേര് കാണിക്കും. എക്സ്പോർട്ട് പ്രോഗ്രാം ടിക്കഡ് ആയിരിക്കണം. എക്സ്പോർട്ട് ഡിവൈസ് പാരാമീറ്റേഴ്സ് ടിക്കായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറയുന്നത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഫെയിൽഡ് ടു എക്സ്പോർട്ട് നമുക്കിവിടെ പെൻഡ്രൈവ് ഇല്ല, അതുകൊണ്ടാണ് ഫെയിൽഡ് ടു എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫയൽ അതിനകത്തേക്ക് എക്സ്പോർട്ട് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫയൽ എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേയിലേക്ക് പ്ലഗ് ചെയ്യുക. ഡിസ്പ്ലേയിലേക്ക് പ്ലഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന പ്രോഗ്രാം അതിനകത്തോട്ട് വരും. ഞാനിപ്പോൾ ഒരു പെൻഡ്രൈവ് അതിനകത്തേക്ക് പ്ലഗ് ചെയ്തപ്പോൾ പെൻഡ്രൈവ് അവിടെ കാണിച്ചു. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളി എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അതിനുശേഷം ഈ പെൻഡ്രൈവ് എനിക്ക് ഊരിയെടുക്കുകയും ഡിസ്പ്ലേയിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ. എനിക്ക് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഷോപ്പിൻ്റെ നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട്, 9995965900. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ LED സ്ക്രോളിംഗ് ബോർഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും. കേരളത്തിലെ എല്ലായിടത്തേക്കും നമുക്ക് കൊറിയർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇന്ന് നമുക്ക് ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ സാധനം അയക്കുകയും നാളെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും പുതിയ വീഡിയോവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.